പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ലോകരാജ്യത്തിൻ്റെ അധിപനായ സാത്താൻ്റെ തന്ത്രങ്ങളിൽ പെടാതിരിക്കാൻ എന്താണ് ലോകരാജ്യം, എന്താണ് ദൈവരാജ്യം എന്നുള്ള ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദൈവരാജ്യം എന്ന് പറയുന്നത് യേശുവിനാൽ ലോകത്ത് സ്ഥാപിക്കപ്പെട്ട, യേശുവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ദൈവമക്കളുടെ കൂട്ടായ്മ, അതിനോട് ചേർന്ന് പോകുന്ന ദൈവിക സംവിധാനങ്ങൾ, ദൈവിക ക്രമീകരണങ്ങളെല്ലാം കൂടെ കൂടിയതാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് കാണപ്പെടണമെന്നില്ല. ദൈവരാജ്യം ആത്യന്തികമായി, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായി അത് ആന്തരികമായൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരു വ്യക്തിയുടെ ആത്മാവിൽ സംഭവിക്കുന്ന പരിവർത്തനം, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദൈവിക ശക്തി നിറഞ്ഞ, ദൈവിക ചൈതന്യം നിറഞ്ഞ ഒരനുഭവമാണ്. ആ ദൈവിക ചൈതന്യത്തിന് നിറവിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു രൂപാന്തരീകരണം സംഭവിച്ച ആത്മാവിൻ്റെയും അതിനോട് ചേർന്ന് പോകുന്ന ആത്മീയ ശക്തിയുള്ള മനസ്സിൻ്റെയും, അങ്ങനെയുള്ള ആത്മാവിൻ്റെയും മനസ്സിൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ശരീരത്തിൻ്റെയും ആ വ്യക്തിയുടെ സമഗ്ര ജീവിത മേഖലകളുടെയും ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് ദൈവരാജ്യം. ഇവിടെ അതിനൊരു ബാഹ്യമായ ഒരു മേഖലയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ കൂട്ടായ്മകൾ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അനുവദിക്കപ്പെട്ടതും ആശീർവദിക്കപ്പെട്ടതുമായ സംവിധാനങ്ങളുണ്ട്, ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി വരും അത്. പക്ഷേ എല്ലാം അങ്ങനെയുള്ള ലൗകികമായ, ഭൗതികമായിട്ടുള്ള ഈ ക്രമീകരണങ്ങളും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകണമെന്നില്ല. പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്രൈസ്തവ സ്ഥാപനം അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഉപകരണമാകേണ്ട ഒരു സ്ഥാപനമായിരുന്നു. അതിന് ആത്മീയ പിതാക്കന്മാർ അതിന് പുറത്ത് നിന്നുകൊണ്ട് അതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല മനുഷ്യരെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ടായി. ഏതോ ഒരു സമയത്ത് എപ്പോഴോ ദൈവാത്മാവിൻ്റെ അഭിഷേക നിറവില്ലാത്ത, ഈ ലോകത്തിൻ്റെ അധിപനായ സാത്താൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട ബന്ധനമുള്ള ഒരു വ്യക്തി അതിനകത്ത് കയറി. അയാളുടെ പ്രവർത്തന ഫലമായി, സ്വാധീന ഫലമായി അവിടെയുള്ള ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള കുറേ മനുഷ്യർ പുറത്താക്കപ്പെട്ടു. അപ്പോഴേക്ക് പുറത്തുള്ള ഈ ലോകത്തിൻ്റെ ദേവൻ്റെ നിയന്ത്രണത്തിലുള്ളവർ ഇതിനകത്ത് കയറി പതുക്കെ. അപ്പോൾ ജനാധിപത്യ ക്രമത്തിലുള്ള തെരഞ്ഞെടുപ്പും പരിപാടികളൊക്കെ അതിൻ്റെ അകത്ത് വന്നു. പക്ഷേ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അത് ദൈവാധിപത്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യം ദൈവാധിപത്യമാകണമെന്നില്ല. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വിഷയമാകരുത്. ജനാധിപത്യം ഏറ്റവും നല്ലൊരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്, ഞാനതിനെ തള്ളിക്കളയുന്നില്ല. പക്ഷേ എല്ലാ ജനാധിപത്യ സമൂഹങ്ങളും ജനാധിപത്യ ക്രമങ്ങളും ദൈവാത്മാവിൻ്റെ ആധിപത്യത്തിലുള്ളതാകണമെന്നില്ല. ഏറ്റവും വലിയ തെളിവ്, യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ പീലാത്തോസിനെ നിർബന്ധിച്ച് യേശുവിനെതിരെ കള്ള ആരോപണങ്ങൾ ചമച്ച് അത് പരാജയപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തി പീലാത്തോസിനെ കൊണ്ട് യേശുവിനെ മരണത്തിന് എറിഞ്ഞുകൊടുത്ത യഹൂദ ഭരണ നേതൃത്വം, ഭൂരിഭാഗം പേരുടെയും ഭരണത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ അവിടെ ആ ഉള്ള നേതൃത്വത്തിലിരിക്കുന്നവരുടെ ഒരു ജനാധിപത്യ ക്രമമുണ്ട്. അവിടെ ലക്ഷക്കണക്കിന് യഹൂദരുടെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതി അല്ലത്. പക്ഷേ ആ സമൂഹത്തിൽ അധികാരം കൈയാളുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പാണത്. അത്രയും പേര് കൂടിയ തീരുമാനമെടുക്കുക അന്നത്തെ യഹൂദരുടെ ക്രമം അങ്ങനെയാണ്. ആ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആ ജനങ്ങളിൽ ഭൂരിഭാഗം പേരൊന്നല്ല, യൂനാനിമസ് ആയിട്ടാണ് യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തതും പ്രവർത്തിച്ചതും. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അല്ല. അതായത് നീതിമാനെ പാപത്തിന്, ഒരു തിന്മയ്ക്ക് അല്ലെങ്കിൽ തിന്മയുടെ അധികാരത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം വന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ആയിരുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊരർത്ഥത്തിൽ ശരിയാണ്, ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ ഭാഗമാണെന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ഭൂരിഭാഗം പേരും കൂടി എടുക്കുന്ന തീരുമാനം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാകണമെന്നില്ലെന്നാണ്. ഞാനീ പറഞ്ഞ ഈ
ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിൽ ഇത് തന്നെ സംഭവിച്ചു. ക്രമേണ അവിടെ സഭയ്ക്ക് വിരുദ്ധമായി, വചനത്തിനെതിരായി, ആത്മീയ നേതൃത്വത്തിനെതിരായി, ശുശ്രൂഷയ്ക്കെതിരായി ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി അതങ്ങ് മാറി. അതിനകത്ത് നുഴഞ്ഞു കയറിയവരിലൂടെ വലിയ ദുർസാക്ഷ്യങ്ങൾ ആ നാട്ടിലുണ്ടായി. ഇപ്പോഴാ സംവിധാനം അവിടെ ഇല്ല. കാരണം അത് പൂർണ്ണമായി അപ്രത്യക്ഷമായി. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരും ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരുമായ വിശ്വാസികൾ ലോകരാജ്യത്തിൻ്റെ അധിപൻ എങ്ങനെ അവരെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും തകർക്കാനും സാധ്യതയുണ്ടെന്നും ലോകരാജ്യത്തിൻ്റെ അധിപൻ്റെ നിയന്ത്രണത്തുള്ളവരും എങ്ങനെ ഈ ദൈവരാജ്യത്തിൻ്റെ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നും നമ്മൾ അറിയണം. ദൈവരാജ്യം നമ്മുടെ ഒരു ആന്തരിക മേഖലയാണ്, ആന്തരിക യാഥാർത്ഥ്യമെന്ന് പറഞ്ഞു. ബാഹ്യമായിട്ട് ഇതിന് സംവിധാനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ സംവിധാനങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാള വിഭാഗത്തിന് ഡയറക്ടറായിരിക്കുന്ന ഞാൻ ഓരോ നിമിഷവും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്ന നല്ല വ്യക്തികളോട് ചേർന്നുള്ള ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഇത് ദൈവരാജ്യത്തോട് ചേർന്ന് പോകുമോ അതോ ഇത് ലോകരാജ്യത്തിൻ്റെതാണോ എന്ന് ആത്മശോധന ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, നന്നായിട്ട് പോകുന്നൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഞാൻ അവരുടെ ആത്മീയ പിതാവാകണമെന്ന് അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഒരു വേള അവർ ഒരു ചെറിയ ഒരാശയം പങ്കുവെച്ചു. നമുക്ക് ഒരു പുതിയ ശുശ്രൂഷയും കൂടെ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിനോട് ചേർന്നങ്ങ് തുടങ്ങിയാലോ? അപ്പം ഞാൻ പറഞ്ഞു, എന്താണത്? ഞാനതിവിടെ വിവരിക്കുന്നില്ല, കാരണം അത് ആ ഒരു കാര്യം മുഴുവൻ പുറത്ത് പറയണം എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ പരസ്നേഹ ചൈതന്യമുള്ള ഒരു ശുശ്രൂഷയുടെ രൂപത്തിൽ ഒരു പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവന്നു. ഒറ്റ നോട്ടത്തിൽ എനിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനതിന് സപ്പോർട്ട് ചെയ്തു. കാരണം അത് ഇതിൻ്റെ അകത്ത് വരുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ ഇവരോട് ഓക്കെ പറഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ അസ്വസ്ഥത ഉയരാൻ തുടങ്ങി. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അടുത്ത അവരെ കാണുന്ന ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് വേണ്ടായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ വരുമ്പോഴേക്കും, സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ മാറിയെന്ന് വരും. പക്ഷെ അപ്പോഴേക്ക് അതിൽ രണ്ട് അഭിപ്രായമുള്ളവർ ഉണ്ടായിരുന്നു. ഇത് തുടരണമെന്ന അഭിപ്രായമുള്ളവർ ഒത്തിരി പേര്, വേണ്ട എന്ന അഭിപ്രായമുള്ളവർ ഒത്തിരി പേര്. ഞാനീ നൽകിയ നിർദ്ദേശം അവരുടെ ഇടയ്ക്ക് ചർച്ചാ വിഷയമാക്കിയില്ല. പിന്നീട് അവർ തന്നെ രണ്ട് തരത്തിൽ തിരിഞ്ഞ് ചെറിയ ഭിന്നതയെല്ലാം വന്നു. എൻ്റെ അടുത്ത കാര്യം കൂടുതൽ പങ്കുവെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കും, വേണ്ടായിരുന്നല്ലോ. ഞാൻ തുറന്നു പറയട്ടെ, ഇന്ന് ആ പ്രാർത്ഥനാ ഗ്രൂപ്പില്ല. പരസ്നേഹ അധിഷ്ഠിതമായൊരു ശുശ്രൂഷ അവർ തുടങ്ങിയത്, അത് തെറ്റാണോ? തെറ്റല്ല. പക്ഷേ നമ്മൾ എന്തിനു വേണ്ടി ദൈവം നിയോഗിച്ചോ ആ നിയോഗപ്രകാരം മുന്നേറിയാൽ അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാവുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അരൂപി അതിൻ്റെ അകത്ത് കയറും. നല്ല കാര്യങ്ങൾ എല്ലാം നാം ചെയ്യേണ്ടതല്ല. എഫേസൂസ് 2:10 പൗലോസ് ശ്ലീഹ പറയുന്നൊരു വചനമുണ്ട്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അതിന് തൊട്ടു മുമ്പ് പൗലോസ് ശ്ലീഹ പറയും, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട. ഇവിടെ പറഞ്ഞ പരസ്നേഹ ശുശ്രൂഷ ഞാനത് കുറച്ചും കൂടി അങ്ങ് വിശദമാക്കിയേക്കാം. രോഗികൾക്ക് പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കുന്നൊരു ശുശ്രൂഷയാണ്. അതിൻ്റെ പേരുള്ള തർക്ക വിതർക്കങ്ങളെല്ലാം കൂടി അവസാനം, കാരണം ഇതിൻ്റെ സാമ്പത്തിക ഇടപാട് വരും, ഫണ്ടിൻ്റെ കുറവോ കൂടുതലൊക്കെ വരാം. ആരും പണം ദുർവ്യയം ചെയ്യുന്നൊരു ആരോപണം ഒന്നും വന്നിട്ടില്ല. ആരെക്കുറിച്ചും ആ മേഖല ഒരു പരാതിയില്ല. പക്ഷേ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റി എന്ന് പറയുന്ന പരസ്നേഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ തിരിഞ്ഞോടുകൂടി പ്രാർത്ഥന ഇവിടെ കുറഞ്ഞു. ഏകാഗ്രത കുറഞ്ഞപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് തിന്മയുടെ ശക്തികൾ നുഴഞ്ഞു കയറാനിട വന്നു. വ്യക്തികളിലൂടെ അല്ലത്,
ആശയങ്ങളിലൂടെ, ആ ആശയങ്ങൾ ആവിഷ്കരിക്കുന്ന ക്രമങ്ങളിലൂടെ, അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിലൂടെ ഈ ലോകത്തിൻ്റെ അരൂപി നുഴഞ്ഞു കയറി. ആശയങ്ങളിലൂടെ, ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ക്രമങ്ങളിലൂടെ, ആ ക്രമങ്ങളോടും ആശയങ്ങളോടുള്ള പ്രതികരണങ്ങളിലൂടെ ഈ ലോകത്തിൻ്റെ ദേവൻ അതിനകത്ത് നുഴഞ്ഞു കയറി അവരെ ഭിന്നിപ്പിച്ചു. അപ്പം നമ്മൾ ഓർക്കണം, പാപകരമായതെല്ലാം ഉപേക്ഷിക്കുക, പൈശാചികമായതെല്ലാം ഉപേക്ഷിക്കുക, ബാക്കിയെല്ലാം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതല്ല. ഉദാഹരണത്തിന് ടാക്സ് പിരിച്ച് ഗവൺമെൻറ് ട്രഷറിയിൽ തുകയുണ്ടാക്കണം. അതിനാ നിയോഗിക്കപ്പെട്ട ആൾക്കാരുണ്ട്, അതത് ചെയ്യട്ടെ. KSRTC ബസ് ഓടിക്കാൻ നിയോഗിക്കപ്പെട്ട ഡ്രൈവർമാരുണ്ട്, അവരത് ചെയ്യട്ടെ. രോഗികളെ പരിചരിക്കാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടർമാരുണ്ട്, അവരത് ചെയ്യട്ടെ. പൗരോഹിത്യ ശുശ്രൂഷയുണ്ട്, പുരോഹിതരുണ്ട്, അവരത് ചെയ്യട്ടെ. റോഡ് ടാർ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ജോലിക്കാരുണ്ട്, അതവർ ചെയ്യട്ടെ. കെട്ടിടം പണിയാൻ നിയോഗിക്കപ്പെട്ടവരുണ്ട്, അതവർ ചെയ്യട്ടെ. ഓരോരുത്തരും അവരെ ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കട്ടെ. ഇവിടെയാണ് 1 കൊറിന്തോസ് 7:17 വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പൗലോസ് ശ്ലീഹ വഴി പറഞ്ഞത്, ഓരോരുത്തരും അവരവരുടെ വിളിയും നിയോഗമനുസരിച്ച് ജീവിതം നയിക്കണം. ആ ആത്മായ സഹോദരങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് കിട്ടിയ ദൈവവിളി, അവരുടെ അടിസ്ഥാന ദൈവവിളി കുടുംബജീവിതമായിരുന്നു. ആ കൂട്ടായ്മയുടെ ആത്മീയ പിതാവായ എൻ്റെ ദൈവവിളി പൗരോഹിത്യമായിരുന്നു. അപ്പോൾ അടിസ്ഥാന ദൈവവിളിയോട് ചേർന്ന് പോകുന്ന ചില ദൈവ നിയോഗങ്ങളുണ്ട്. ആ ദൈവ നിയോഗങ്ങൾ നമ്മുടെ ദൗത്യങ്ങളാണ്, കടമകളാണ്, ഉത്തരവാദിത്തങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു പെശക് വന്നാൽ, നമ്മുടെ ദൈവവിളിയിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുമ്പോൾ പോലും ദൈവ നിയോഗങ്ങളുടെ മേഖലയിൽ പരാജയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ സംഭവിക്കും? നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ ഒരു കണക്കൂട്ടലും ഇല്ലാതിരിക്കുമ്പോൾ, ഒരു ചിന്തയില്ലാതിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ചില ആശയങ്ങൾ നടപ്പിലാക്കുന്ന ക്രമങ്ങളോ അതിനോടുള്ള പ്രതികരണങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ അതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു സംഭവം ഓർത്തേ. ഒരു അപ്പനും അമ്മയും 5 മക്കളും അടങ്ങുന്ന കുടുംബം തകർച്ചയുടെ വക്കിലെത്തിയപ്പോഴാണ് അവർ മുരിങ്ങൂർ ഡിവൈൻ സെൻ്റർ ധ്യാനിക്കാൻ വന്നത്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന ആ സംഭവം ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അവർ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ചില മേഖലകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. അവർ ഈ മക്കളും അപ്പനും അമ്മയും എല്ലാം കൂടി അത് ഭിന്നതയുടെ സ്വരത്തിൽ സംസാരിച്ചു. സമാധാനമുള്ള കുടുംബത്തിൽ ഒത്തിരി അസ്വസ്ഥതകളൊക്കെ വന്നു കയറി. അപ്പോൾ ആ കുടുംബക്കാർ ധ്യാനിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു നല്ല തീരുമാനമെടുത്തു. മക്കളും അപ്പനും അമ്മയും എല്ലാം ഒരുമിച്ച് ധ്യാനിക്കുക. എല്ലാവരും നല്ല ആദർശ ശുദ്ധിയുള്ളവരും ആശയങ്ങളുള്ളവരും നല്ല കഴിവുള്ളവരും കമ്മിറ്റഡും ആയിട്ടുള്ള വ്യക്തികളടങ്ങുന്ന കുടുംബം വരുന്നത്. ഏതായിരുന്നാലും അവരവിടെ ധ്യാനിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ധ്യാനത്തിൻ്റെ ഒരു 4-ാം ദിവസം അവരെല്ലാവരും കൂടി എൻ്റെ മുറിയുടെ മുമ്പിലെത്തി. 1-ാം ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. കാരണം ധ്യാനത്തിന് മുൻപ് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ഒരു മണിക്കൂറാണെങ്കിൽ, ധ്യാനം കഴിഞ്ഞോ ധ്യാനത്തിന് ഇടയ്ക്ക് വെച്ചോ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. കാരണം ശുശ്രൂഷ സമയത്ത് അവർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തൽ കൊടുത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലധികം സംസാരിക്കേണ്ടി വരില്ല. അപ്പോൾ അവർ വ്യാഴാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളിവിടെ വന്നത് ഒത്തിരി മുറിവുകളോടും വേദനകളോടും കൂടിയാണ്. ഞങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലും ആലോചനയിലുമാണ് ഇറങ്ങിയത്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. ഞങ്ങളെല്ലാം ഒറ്റ മനസ്സോടെ തുടങ്ങി. പക്ഷേ ഓരോരോ സംശയങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും പിന്നെ തർക്കങ്ങളും വഴക്കുകളുമായി ഞങ്ങളുടെ കുടുംബം ഭിന്നിച്ചു. പ്രാർത്ഥനയ്ക്ക് ചൈതന്യമില്ലാതായി. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നത്? അവർ പറഞ്ഞു, അച്ഛൻ ഇന്നലെ രാത്രി പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓരോരുത്തരും അവരവരുടെ വിളിയും നിയോഗമനസ്സ് ജീവിതം നയിക്കണമെന്ന് പറഞ്ഞ് ചില ഉദാഹരണം പറഞ്ഞത്
സത്യത്തിൽ ഞങ്ങളെക്കുറിച്ചുള്ള ഉദാഹരണം തന്നെയാച്ചാൽ അത് അല്പം വ്യത്യാസമുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നി ഇത് ഞങ്ങൾക്കുള്ള സന്ദേശമാണ്. രാത്രി കിടക്കാൻ നേരത്ത് 2 മുറികളിലായിട്ട് ഇവർ താമസിക്കുന്നത്. കിടക്കാൻ നേരത്തെ ഇവർ വീണ്ടും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, അച്ഛനെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയുള്ളതാണ്. അവർ രാത്രി ഒരുമിച്ച് 5 മിനിറ്റ് നേരം നിശബ്ദതയിലിരുന്ന് ചെറിയ സ്വരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാൻ പോയി. രാവിലെ എല്ലാവരുടെ മനസ്സ് ശാന്തമായി. അങ്ങനെ അവർ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞു, നല്ല കാര്യമാണ് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത്, പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം അതിൻ്റെ പിന്നിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ കലഹവും അസൂയ ഉണ്ടായി, ഭിന്നിപ്പുണ്ടായി. ഞങ്ങൾക്കതിനൊരു മോചനം കിട്ടണം, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ടവർ, ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം വളരെ നല്ല കാര്യമായിരുന്നു. ഇടവക വികാരിയച്ഛൻ്റെ അനുവാദത്തോടെ ചെയ്തതുമാണ്. പക്ഷേ അത് ഇടവക വികാരിയച്ഛൻ ആവശ്യപ്പെട്ടിട്ട് ചെയ്തതല്ല. ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അത് നല്ലതായിട്ട് തോന്നുന്നോടെ ചെയ്തോളാൻ എന്നുള്ള ഒരു ഓപ്പൺ പെർമിഷനാണ് വികാരിയച്ഛൻ കൊടുത്തത്. ഞാനതിൻ്റെ വിശദാംശത്തോടെ വെളിപ്പെടുത്തുന്നില്ല. അത് കഴിഞ്ഞ് ഇവർ വികാരിയച്ഛൻ പോയി ആലോചിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ അന്ന് തന്നെ വിചാരിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള സമാധാനം പോകുന്നൊക്കെ ഓർത്തതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ 1 മാസത്തേക്ക് അതിൽ നിന്ന് പിന്മാറി നിൽക്കുക, അപ്പോൾ ബാക്കി കർത്താവ് വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, പണച്ചെലവുള്ള പരിപാടിയായിരുന്നു. ചില സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു, ചില ക്രമീകരണങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് നഷ്ടം സഹിച്ചു പോലും അവരങ്ങ് പിൻവാങ്ങി. നല്ല കാര്യമാണെങ്കിലും അവരെ പിൻവാങ്ങിക്കഴിഞ്ഞപ്പോൾ കർത്താവ് അതിനേക്കാളും മനോഹരമായ മറ്റൊരു മേഖല അവർക്ക് തുറന്നു കൊടുത്തു. ഇപ്പോൾ 2 വർഷമായിട്ട് ആ വിശുദ്ധ മേഖലയിൽ അവരോടൊപ്പം സിസ്റ്റേഴ്സും പങ്കാളികളാണ്, കുറേ വീട്ടുകാർ പങ്കാളികളാണ്, വികാരിച്ച് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇവർ മുൻനിരയിലല്ല, പക്ഷേ പിൻനിരയിൽ നിന്നുകൊണ്ട് മുൻനിരയിൽ നിൽക്കുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ കൂടുതൽ ദൈവമഹത്വം ഉണ്ടായി. അതായത് ലോകരാജ്യത്തിൻ്റെ അരൂപി ദൈവരാജ്യ ശുശ്രൂഷയിലും ദൈവരാജ്യ ക്രമീകരണങ്ങളിലും സംവിധാനങ്ങളും നുഴഞ്ഞു കയറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വളരെയേറെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ ദിവസവും ഒരു ദൈവരാജ്യത്തിൻ്റെ കൂട്ടായ്മ നമുക്ക് വേണം, അല്ലെങ്കിൽ ലോകരാജ്യത്തിൻ്റെ അരൂപി കയറും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒത്തിരി കടന്നു വരാം. നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടാവുക. അവിടെ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന്, തമ്പുരാനെ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വെളിപ്പെടുത്തൽ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. മനസ്സ് മടുക്കരുത്. ഒരു തെറ്റ് പറ്റിപ്പോയി, ഒരു അബദ്ധം പറ്റിപ്പോയി, ഒരു വീഴ്ച പറ്റിപ്പോയി, അല്പം മാർഗഭ്രംശം ഉണ്ടായി എന്ന് കരുതി നമ്മൾ നഷ്ടധൈര്യരായി പിന്മാറരുത്. കൃത്യമായ വഴി കാണിച്ചു തരുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. ആ കർത്താവിന് മുറുകെ പിടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ദൈവരാജ്യത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ, ലോകരാജ്യത്തിൻ്റെ അരൂപയോട് പരിപൂർണമായി വിട പറഞ്ഞൊരു ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ വചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ. ഈ വചന ശുശ്രൂഷ ഞാനും ഇവിടെ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെല്ലാം ദാഹിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങേ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്യാനും ജീവിതം നയിക്കാനും അനേകം ആത്മാക്കളെ രക്ഷിക്കുന്നതിന് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ കഠിനാധ്വാനം ചെയ്യാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ, ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ മക്കളെയും ശാരീരികമായ സൗഖ്യം നൽകി, ആത്മീയമായിട്ടുള്ള ഉണർവ് നൽകി, മനസ്സിന് ഉണർവ് നൽകി ആശീർവദിക്കണമേ. ഈ കുടുംബങ്ങളിൽ നിന്ന് സമൂഹങ്ങളിൽ എല്ലാ തിന്മയുടെ ശക്തികളും ബഹിഷ്കരിക്കപ്പെടട്ടെ. കർത്താവേ, അങ്ങ് നൽകിയ പൗരോഹിത്യ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തികളും ബന്ധിക്കപ്പെടട്ടെ. എല്ലാ ദുഷ്ടശക്തികളും നിർവീര്യമായി പോകട്ടെ. എല്ലാ മനസ്സും സന്തോഷം കൊണ്ട് നിറയട്ടെ. രോഗപീഠകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സമാഗതമായി സകലരും അനുദപിക്കാൻ, സർവം സമർപ്പിക്കുവാൻ, സകലരും
സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരരോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഈ ആഴ്ചത്തെ വൈദികരുടെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്ത് സൗഖ്യം കിട്ടിയ സിസ്റ്റർ തൻ്റെ രോഗശാന്തി അനുഭവം ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. ഞാൻ സിസ്റ്റർ സാറ ജെയിൻ, ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ, ഒളരി പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നാണ് വരുന്നത്. നവജ്യോതി പ്രോവിൻസ്, തൃശ്ശൂർ. എനിക്ക് 11 മാസം മുമ്പ് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണ് എൻ്റെ തണ്ടിൽ ചിന്നുകയും ഫ്രാക്ചർ ഉണ്ടാവുകയും അതുപോലെ കശേരുക്കൾ ചതഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് വേദന അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. 2-3 പേരുടെ സഹായത്തോടു കൂടിയാണ് എഴുന്നേൽക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും എനിക്ക് സാധിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും സിസ്റ്റേഴ്സ് 2 വശത്തു നിന്ന് പിടിച്ചാണ് എന്നെ കൊണ്ടുപോയിരുന്നതും എന്നെ കിടത്തിയിരുന്നതും എന്നെ എഴുന്നേൽപ്പിച്ചിരുന്നതും എൻ്റെ മറ്റ് എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾ സഹായിച്ചിരുന്നതും. അങ്ങനെ ഒരുപാട് വേദനയിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ
ഓളരി പ്രൊവിൻഷ്യൽ ഹോസ്പിറ്റലിൽ എന്നെ റെസ്റ്റിന് അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് എനിക്ക് അപ്പോഴും ബെൽറ്റ് കെട്ടണമെന്ന് നിർബന്ധമാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. സ്റ്റെപ്പ് ഒരിക്കലും കയറാൻ പാടില്ല, ബെൽറ്റ് ഒരിക്കലും അഴിക്കാൻ പാടില്ല, ബെൽറ്റില്ലാതെ നടക്കാൻ പാടില്ല എന്ന തീരുമാനമാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്. ടാബ്ലറ്റ്സും അതുപോലെ തന്നെ വേദനയ്ക്കുള്ള ടാബ്ലറ്റ്സും മറ്റു ടാബ്ലറ്റ്സും തന്നിരുന്നു. ഒപ്പം തന്നെ ഈ ബെൽറ്റ് നിർബന്ധമായും കെട്ടണമെന്നും സ്റ്റെപ്പ് ഒരിക്കലും അഴിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ വേദനയിലിരിക്കുന്ന അവസരത്തിലാണ് ഈ ധ്യാനത്തിൻ്റെ കാര്യം ഇവിടെ നിന്ന് സിസ്റ്റർ മരിയ പറഞ്ഞത്. അങ്ങനെ സിസ്റ്റർ മരിയ എല്ലാ സഹായങ്ങളും അച്ഛനും വഴി ചെയ്തു തരുമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു. വാസ്തവത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും കിടന്ന് കേൾക്കാം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ വന്നത്. ഇരിക്കാൻ 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും തണ്ടിൽ കഴക്കുകയും വേദനിക്കുകയും ചെയ്തിരുന്നു. ഒരു സിസ്റ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് വന്നിരുന്നത്. സിസ്റ്റർ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരും എന്നുള്ള ഉറപ്പ് തന്നതുകൊണ്ടാണ് ഞാൻ വന്നതും വേണ്ട സഹായങ്ങളും ശ്രദ്ധയും ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അച്ഛൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് എന്നെ സ്പർശിച്ചിരുന്നു. അതുപോലെ മറ്റച്ഛന്മാരുടെയും കൊച്ചുമാതച്ഛൻ്റെ ക്ലാസ്സുകൾ ഹോളി സ്പിരിറ്റ് ഒരുപാട് പ്രവർത്തിക്കുന്നതായിട്ടും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തിരക്താഭിഷേകമൊക്കെ ലഭിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ശരീരത്തിന് എൻ്റെ വേദനകൾ കുറേശ്ശെ കുറഞ്ഞ പോലെ തോന്നി. അങ്ങനെ ഈ 2 ദിവസം മുമ്പ് ഞാൻ കുർബാനയുടെ നേരത്ത് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ ബെൽറ്റ് അഴിഞ്ഞ് വീഴണം, അങ്ങനെ എനിക്ക് സുഖപ്രാപ്തി നീ തന്നതായിട്ടുള്ള അനുഭവം എനിക്കുണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എപ്പോഴും എൻ്റെ ബെൽറ്റ് അഴിയണം എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് കർത്താവിനോട് പറഞ്ഞിരുന്നു. കുർബാന കൈക്കൊള്ളുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ശരീരത്തിന് എന്തോ ഒരു പ്രത്യേക ഒരു സുഖം കിട്ടണ പോലെയും വേദന കുറഞ്ഞ പോലെയും ആകെ അടഞ്ഞ പോലെ ശരീരത്തിന് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ അനുഭവപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നോക്കിയപ്പോൾ എൻ്റെ വലത്തുവശത്തുള്ള ബെൽറ്റ് അഴിഞ്ഞു കിടക്കണു. പ്രൈസ് ദ ലോർഡ്. ഈ വശത്ത് നോക്കിയപ്പോൾ ഈ ബെൽറ്റ് തോളിൽ നിന്ന് ഇങ്ങനെ അഴഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നെ സഹായിക്കാൻ വന്ന സിസ്റ്ററിൻ്റെ സൈഡിൽ നിന്നിരുന്ന സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞത് എൻ്റെ ബെൽറ്റ് അഴിഞ്ഞു വീണു. പക്ഷേ ഞാൻ കർത്താവിനോട് പറഞ്ഞിരുന്ന കാര്യം ഞാൻ കുർബാനയുടെ ഇടയിലായതുകൊണ്ട് സിസ്റ്ററിനോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ സിസ്റ്ററിന് വേദനയുണ്ടോ? ഇപ്പം എനിക്ക് വേദനയില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്. സിസ്റ്റർ ധരിച്ചിരുന്ന ബെൽറ്റ് ഇതായിരുന്നു, ആണ് ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോയെന്ന് പറയുന്നത്. ഇപ്പോൾ ആ ബെൽറ്റ് ഇല്ലാതെ പരസഹായം കൂടാതെ ഒറ്റയ്ക്ക് നടക്കാനും സ്റ്റെപ്പ് കയറാനും സാധിക്കുന്നു. വേദന മാറി. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.